നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ജീവിത രീതിയെക്കുറിച്ചാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം, അതായത് ശാശ്വതമായ മാർഗം. എന്താണിതിനെ ഇത്രയധികം സവിശേഷമാക്കുന്നത്? ശരി, നമുക്കൊന്നിച്ച് കണ്ടെത്താം. ഈ തത്വചിന്തയുടെയെല്ലാം ആണിക്കല്ലെന്ന് പറയാവുന്നത് വേദങ്ങളിൽ നിന്നുള്ള ഈ മഹത്തായ ആശയമാണ്. സത്യമൊന്നാണ്, പക്ഷേ ജ്ഞാനികൾ അതിനെ പല രീതിയിൽ പറയുന്നു. ഒരൊറ്റ പരമമായ സത്യത്തെ പല കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ കഴിയും എന്ന ഈ ആശയം ഹിന്ദുധർമ്മത്തിന്റെ മിക്കവാറും എല്ലാ വശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പല വഴികളിലൂടെ മനസ്സിലാക്കാം എന്ന് പറയുന്ന ഈ ശാശ്വതമായ മാർഗം എന്താണിത് ശരിക്കും? നമുക്കതിലേക്കാണ് ആദ്യം പോകുന്നത്. സനാതനധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ശാശ്വതമായ നിയമം എന്നാണ്. സൂര്യൻ ഉദിക്കുന്നതും ഋതുക്കൾ മാറുന്നതും പോലെ അതൊരു പ്രകൃതി നിയമമല്ലേ? അതുപോലെയാണ് സനാതനധർമ്മത്തെയും കാണുന്നത്. ഇത് എവിടെയും എഴുതിവെച്ച ഒന്നല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ ഭാഗമായി എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇതിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഈ അറിവൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? എല്ലാത്തിനും ഒരു ഉറവിടം വേണ്ടേ? ഇവിടെ അത് വേദങ്ങൾ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ ഗ്രന്ഥങ്ങളാണ്. വേദങ്ങളെ വെറുമൊരു പുസ്തകമായിട്ടല്ല കണക്കാക്കുന്നത്, മറിച്ച് കാലത്തിന് അതീതമായ ജ്ഞാനത്തിന്റെ ഉറവിടമായാണ്. അതായത് ഇതാരെങ്കിലും ഇരുന്ന് എഴുതിയതല്ല, മറിച്ച് ഋഷീശ്വരന്മാർക്ക് ധ്യാനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതാണ് എന്നാണ് വിശ്വാസം. ഈ പാരമ്പര്യത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്നത് ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. വേദങ്ങളുടെ ഘടനയെ വിശദീകരിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വൃക്ഷത്തിന്റെ രൂപകം എത്ര മനോഹരമാണെന്ന് നോക്കൂ. സംഹിതകൾ മരത്തിന്റെ തടി പോലെ, ബേസിക്. പിന്നെ അതിൽ നിന്ന് പൂക്കൽ വിരിയുന്നു, ബ്രാഹ്മണങ്ങൾ, അതായത് ആചാരങ്ങൾ. പിന്നെ പച്ചക്കായ, ആരണ്യകങ്ങൾ. അവസാനം പഴുത്തു പാകമായ പഴം, അതാണ് ഉപനിഷത്തുകൾ. അതായത് കർമ്മങ്ങളിൽ നിന്ന് തുടങ്ങി ജ്ഞാനത്തിന്റെ സത്തയിലേക്കെത്തുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ ഈ വേദങ്ങളിലുള്ള അറിവൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അതിനുള്ളൊരു ഫ്രെയിംവർക്കാണ് പുരുഷാർത്ഥങ്ങളെന്ന് പറയുന്ന ജീവിതത്തിലെ 4 ലക്ഷ്യങ്ങൾ. അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരുതരം മാർഗരേഖ. ഇതിലെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ധർമ്മമാണ്. ഇതാണ് ബേസ്. ബാക്കിയെല്ലാം പടുത്തുയർത്തേണ്ടത് ഈ അടിത്തറയുടെ മുകളിലാണ്. നമ്മുടെ കടമകൾ ശരിയായി ചെയ്യുക, സത്യസന്ധമായി ജീവിക്കുക, അതാണിതിന്റെ കാതൽ. രണ്ടാമത്തേത് അർത്ഥം, അതായത് ഭൗതികമായ അഭിവൃദ്ധി. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അത് ധർമ്മത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് നേടണം. സന്തുലിതമായ ഒരു ജീവിതത്തിന് ഇതും അത്യാവശ്യമായി തന്നെ കാണുന്നു. മൂന്നാമത്തേത് കാമം. ഇത് ജീവിതത്തിലെ എല്ലാത്തരം ആഗ്രഹങ്ങളെയും സുഖങ്ങളെയും കുറിക്കുന്നു. ജീവിതം ആസ്വദിക്കുന്നതും ഒരു ലക്ഷ്യമാണ്. എന്നാൽ ഇവിടെയും ധർമ്മം ഒരു ബ്രേക്ക് ഇടും, അതിരുകടക്കാതെ നോക്കാൻ. അവസാനമായി ഈ 3ഉം ശരിയായ രീതിയിൽ അനുഭവിച്ചറിഞ്ഞ ശേഷം എത്തുന്ന ഫൈനൽ ഡെസ്റ്റിനേഷനാണ് മോക്ഷം. ജനന മരണചക്രത്തിൽ നിന്നുള്ള മോചനവും ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ആനന്ദവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ഈ 2 തരം സന്തോഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ? കാമം പുറത്തുനിന്നുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് വരും, പോകും. എന്നാൽ മോക്ഷം അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളൊരവസ്ഥയാണ്, ഒരിക്കലും കുറയാത്ത പരമമായ ആനന്ദം. എന്തുകൊണ്ടാണ് മോക്ഷത്തെ ആത്യന്തിക ലക്ഷ്യമായി കാണുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശരി, നമ്മൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഒരാൾക്ക് ധാർമ്മികമായി ജീവിക്കാൻ കഴിയുക? അതിനുള്ള വഴികളാണ് ഈ കർത്തവ്യങ്ങളും ജീവിതത്തിലെ വിവിധ ആചാരങ്ങളും. മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കൂ. മൃഗങ്ങൾക്ക് സഹജവാസനയേയുള്ളൂ, പാപബോധമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനും ഉയർന്ന ആദർശങ്ങൾക്കായി ജീവിക്കാനും കഴിയും, അതോടൊപ്പം തെറ്റു ചെയ്യാനും. അപ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നത് നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്തമായി വരുന്നു. ഈ ധാർമ്മിക ജീവിതത്തിന് ഒരു ഘടന നൽകുന്ന ഒന്നാണ് സംസ്കാരങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസിലെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലും നടത്തുന്ന ചില കർമ്മങ്ങളാണിത്. അപ്പോൾ എന്തിനാണ് ഈ സംസ്കാരങ്ങൾ? ഒന്ന്, നമ്മളെ ശുദ്ധീകരിക്കാൻ. പിന്നെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അടയാളപ്പെടുത്താൻ. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി മനസ്സിനെ ആത്മീയമായൊരു യാത്രയ്ക്ക് തയ്യാറാക്കാനാണിതെല്ലാം. അപ്പോൾ ഈ യാത്രയുടെയെല്ലാം അവസാനം നമ്മൾ വീണ്ടും മോക്ഷത്തിലെത്തുന്നു. എന്താണ് ഈ വിമോചനം അല്ലെങ്കിൽ ലിബറേഷൻ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം? ഇവിടെ വളരെ ആഴത്തിലുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. വളരെ പരിമിതമായ ഈ ഞാൻ എന്നു പറയുന്ന ജീവാത്മാവിന് എങ്ങനെയാണ് അനന്തമായ ആ പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയുക? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം അതിമനോഹരമായ ഒരു രൂപകത്തിലൂടെയാണ് തരുന്നത്. ജീവാത്മാവ് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്.
പരമാത്മാവ് ആ മഹാസമുദ്രവും. ആ തുള്ളി തിരികെ സമുദ്രത്തിൽ ചേരുന്നതാണ് മോക്ഷം. എന്തുമാത്രം സിമ്പിളും പവർഫുളുമാണ് ഈ ആശയം, അല്ലേ? പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ഈ ചേരൽ എന്ന് പറയുന്നത് പുതിയതായി എന്തെങ്കിലും സംഭവിക്കുന്നതല്ല. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ആ തുള്ളിയും സമുദ്രവും എപ്പോഴും ഒന്നുതന്നെയായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്നേയുള്ളൂ. അതൊരു തിരിച്ചറിവാണ്, അല്ലാതെ ഒരു മാറ്റമല്ല. അപ്പോ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഒരിക്കലും മാറാത്ത ശാശ്വതമായ ഒരു ജീവിതരീതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊരു നല്ല ചോദ്യമാണല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് പുതിയ ചില കാഴ്ചപ്പാടുകൾ തന്നേക്കാം.